ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ അവസാന ഭാഗം ഒന്ന് കണ്ടിട്ട് വന്നാലോ. ചെറിയ ഓരോ അസുഖങ്ങളൊക്കെ ആയിട്ട് വീഡിയോ കുറച്ച് ലേറ്റ് ആയിപ്പോയിട്ടോ. ഇതിൻ്റെ ആദ്യത്തെ 2 വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് വേണം മൂന്നാമത്തെ ഭാഗം കാണാനേ. ഈ തവണത്തെ ബർത്ത്ഡേ എന്ന് പറയുന്നത് പുലർച്ചയ്ക്ക് 12 മണിക്ക് തുടങ്ങിയ ആഘോഷമാണ് കേട്ടോ. ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ വന്ന് അടിപൊളിയാക്കി തന്നു. അതെല്ലാം കഴിഞ്ഞ് ഓഫീസിലാണെങ്കിൽ ഓഫീസിൽ വെച്ചു. അവിടെ നിന്നും കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയി. അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തു പോകാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പം ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും കൂടെയാണ് പുറത്തു പോകാൻ നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള മേക്കപ്പാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുങ്ങുന്ന കാര്യത്തിൽ നീലൂട്ടം ബാക്കിയുള്ളവരൊക്കെ കടത്തി വെട്ടും. ഇപ്പം തന്നെ ഇവളിങ്ങനെ ഇപ്പോൾ കുറച്ചുകൂടെ വലുതായുള്ള അവസ്ഥ ഞാൻ ആലോചിച്ച് പോവുകയാണ്. ഞാൻ ഈ മേക്കപ്പ് ഇടുന്നത് കണ്ടിട്ട് എവിടുന്നാ അറിയില്ല പാഞ്ഞ് വന്നതാണ് ഒരുങ്ങാൻ വേണ്ടിയിട്ട്. ഇവക്ക് ഏറ്റവും പ്രിയം എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്കിനോടാണ്. വേറെ ഒന്നും ഇട്ടില്ലേലും കുഴപ്പമില്ല, പക്ഷേ ലിപ്സ്റ്റിക്ക് വെക്ക് വേണം. Hi guys. Hi guys. ചുണ്ട് 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 ഞാനിതായിരുന്നേ നീ പോകാറുന്നു. നീലൂട്ടൻ്റെ മേക്കപ്പ് അങ്ങനെ ഏകദേശം കഴിഞ്ഞു ഗൈസ്. ഏട്ടനെ ഒന്ന് ചടപ്പിച്ച് വിട്ടപ്പം ഒരു സന്തോഷം. എവിടെ പോവാണെങ്കിലും ആ ഒരു ടീഷർട്ട് ഈടുള്ളൂ. എനിക്കാണെങ്കിൽ കണ്ണി നേരെ കണ്ടുകൂടാ. അങ്ങനെ പറഞ്ഞ വാക്കൊക്കെ പലിച്ച് പോയി മാറ്റിയിട്ടൊക്കെ ഉണ്ട്. ഇവരൊക്കെ മാറ്റി ഒരുങ്ങി ഇറങ്ങി, ഞാൻ മാത്രം അതാ ഒരുങ്ങാതെ ഇങ്ങനെ നിൽക്കുന്നു. ബാക്കി വാനരപ്പടകളൊക്കെ താഴ്ത്തെത്തിയിട്ടുമുണ്ട്. ഇനി ഞാൻ മാത്രം, എന്നെ മാത്രം കൂട്ടാതെ ഇവർ പോകുമെന്നും പറയാൻ പറ്റില്ല. കുഴപ്പമില്ല, പിന്നെ എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എന്നെ കൂട്ടാണ്ട് പോവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ കണ്ട സാധനം മൊത്തം മൂത്ത് മാറിയിട്ടൊന്ന് ചുന്ദരിയായിട്ട് ഞാൻ വേഗം ഡ്രസ്സ് മാറ്റി. ഇതെന്തിനാ ഏതിനാ ഇടുന്നതെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എവിടേക്കോ മാറിയിടുന്നുണ്ട്. ആ നമ്മളെവിടെ പോവാ തുഞ്ചു? അത് ലിപ്സ്റ്റിക് ആണ്. നമ്മൾ ഫുഡ് കഴിക്കാല്ലേ? ഒരുമുണ്ടെന്നാ പറഞ്ഞുതരാം. അത് നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടിട്ട് അതിന്റെ മേലെ ഇടുന്നതാ. പേരൊന്നും അറിയില്ല. തുഞ്ചുവോ എന്ത് താജന ചുഞ്ചോ അറിയൂല തുഞ്ചോ. ആ കാണിച്ചരാ. എടാ വിരക്ക് ഒരുങ്ങിയടാ, ഞാനൊരുങ്ങിയില്ലടാ. എന്നെ കൂട്ടാണ്ടൊക്കെ പോവൂ. പോവാന്നോ? ഞാനെന്ത് തീരു കൂട്ടാതെ പോകുന്നു പറഞ്ഞപ്പോഴേക്കും അവള് കൂട്ടാതെ പോയാലെന്നും വെച്ചിട്ട് ചാടിത്തുള്ളി അവൾ ഇറങ്ങിപ്പോയി. കുപ്പായ മാറ്റിയിട്ട് വരാം. അങ്ങനെ ഡ്രസ്സ് മാറ്റലെല്ലാം കഴിഞ്ഞ് ഇനി മുടി കെട്ടണം. എൻ്റെ മുടി എന്ന് പറയുന്നത് എങ്ങനെ കെട്ടിയാലും നേരാവില്ല. പിന്നെ ഞാനെല്ലാം കൂടെ ഒന്ന് ആദ്യം കുടുക്കി വെച്ചു. പിന്നെ ഡിസ്കോ റബ്ബർ ബാൻഡ് വെച്ചിട്ട് കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് മുടി ഇങ്ങനെ കെട്ടി വെക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ കുറച്ചെടുത്ത് ഞാനിങ്ങനെ ഓരോ സെറ്റാക്കി മുടി കെട്ടി വെച്ച്. അങ്ങനെ കെട്ടി വെക്കുമ്പം നമ്മുടെ മുടി പിന്നെയും കുടുക്കാവുകയില്ല. പിന്നെ മെടഞ്ഞിടുമ്പം ഉള്ളു കുറവ് പോലെ തോന്നുകയില്ല. കാണാൻ നല്ല രസമായിരിക്കും. അങ്ങനെ മുടികെട്ടലൊക്കെ ഏകദേശം അവസാനിച്ചു. ഒരൊറ്റൊന്നിൻ്റെ ഒച്ചയും പടയൊന്നും കേൾക്കുന്നില്ല. വേഗം തന്നെ കെട്ടി ഞാൻ താഴേക്ക് ഇറങ്ങി. ഇതാണ് എൻ്റെ മുടികെട്ടലിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താഴെ എത്തിയപ്പോൾ ദാ എല്ലാവരും അവിടെ ഇരുന്ന് കഥ പറയുന്നുണ്ട്. രണ്ടാളിതാ ഇവിടെ ഹാജരായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരാളെയും കൂടി പിടിക്കണം. നമ്മുടെ കുണ്ടപ്പൻ. അവൻ എപ്പം മുങ്ങും എപ്പം പൊങ്ങുന്ന് അവന് തന്നെ അറിയാൻ മേല. കാർ കയറിയ പിന്നെ നീലൂട്ടനും ജിയും കച്ചറയാണ്. ഒരാൾക്ക് പാട്ട് കേൾക്കണം, ഒരാൾക്ക് കാർട്ടൂൺ കാണണം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് നടക്കില്ലല്ലോ. പിന്നെ ഓരോരോ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് വണ്ടി എടുത്ത് പോവൽ. അങ്ങനെ ഞങ്ങളിതാ കുണ്ടപ്പൻ്റെ വീണ്ടും മുറ്റത്തൊക്കെ എത്തിയിട്ട് അങ്ങനെ ഓനെയും കൂട്ടി ഞങ്ങളിതാ നേരെ വിട്ടു നിംറാസിലേക്ക്. ഇനി ഇന്നത്തെ ഫുഡ് നമ്മൾ ഇവിടെയാണ്.
ഏതോ ഒരു ബർത്ത്ഡേക്ക് ഞങ്ങൾക്ക് നിധി പോയിട്ട് അവിടുത്തെ ഫുഡ് ചടച്ചാണ്. പിന്നെ ഞങ്ങൾ ആ വഴിക്ക് പോയിട്ടേ ഇല്ല. അതിന് ശേഷമൊക്കെ ഞങ്ങളിതാ ഇവിടേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല ഫുഡാണ് കിട്ടുന്നത്. നീലൂട്ടൻ്റെ ഈ ചിരിയൊന്നും വെറുതെ അല്ല, അവൾക്ക് ഫോൺ കിട്ടിയിട്ട് കാർട്ടൂൺ കാണാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ഇവള് വന്നിട്ടത് അതിൻ്റെ മുന്നേ ഇരിക്കുന്നത് തന്നെ. ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള വരവൊന്നുമല്ല. ആ സമയം കൂടെ ഫോൺ കിട്ടുമല്ലോ, അപ്പോൾ പിന്നെ അത്രയും നേരം കളിക്കുക. അപ്പോൾ അവൾ ഉപദേശിക്കുകയാണ് കാർട്ടൂൺ കാണാം, ഇപ്പം തരം ഫുഡ് വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അതിലൊക്കെ സമ്മതമൊക്കെ മൂളിയിട്ടാണ് ആൾ കുത്തിരിക്കുന്നത്. നീലൂട്ടൻ ഇവിടെ നിന്ന് 2 മണി ചീരമുട്ടായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ എക്സ്പ്രഷനാണ് ആ മുഖത്ത് കാണുന്നത് മൊത്തം. ഫുഡ് ഓർഡർ ചെയ്ത് അത് വരാനുള്ള സമയം വരെ ഞങ്ങൾ ഓരോരുത്തരെ കഥയും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോഴാണല്ലോ പറയാൻ പല പല കാര്യങ്ങളും ഉണ്ടാകുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കുറേ കഥകളൊക്കെ പറഞ്ഞ് ഇതിപ്പോൾ ഞങ്ങൾ കുറച്ച് കാലമായും തോന്നുന്നു ഇങ്ങനെ എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ട്. അധികം ആൾക്കാരെ ആരെങ്കിലുമൊക്കെ ബർത്ത്ഡേ ഉണ്ടാകുമ്പോഴാണ് ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഒരുമിക്കാറുള്ളത്. ഇതിപ്പോൾ പകുതി ആൾക്കാരെ ബർത്ത്ഡേ ആയിട്ടേ ഉള്ളൂ, ഇനി പകുതി ആൾക്കാരെ ഊഴം ബാക്കിയുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും അവസാനത്തിൽ തന്നെയായിരിക്കും. ബർത്ത്ഡേ വിശേഷങ്ങൾക്കിടയിൽ ഏറ്റവും സന്തോഷം നൽകിയ ഒരു നിമിഷം തന്നെയായിരുന്നു കേട്ടോ ഇത്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതും അതേപോലെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നതും എല്ലാം തന്നെ ഒരു പ്രത്യേക രസം തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്നത് ആ ഫുഡ് ഞങ്ങളുടെ മുന്നിലെത്തി കേട്ടോ. മന്തിയാണ് ഞങ്ങൾ എല്ലാവർക്കും പറഞ്ഞത്. നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ, രക്ഷയില്ല. അതിൻ്റെ കൂടെ കിട്ടുന്ന സലാഡാണെങ്കിൽ പിന്നെ പ്രത്യേകം പറയണം. ഫുഡ് മുന്നിൽ വന്നാൽ പിന്നെ പരസ്പരം അപ്പുറത്തും ഇപ്പുറത്തുള്ള ആരാന്നൊന്നും ഞങ്ങൾ നോക്കൂല കേട്ടോ. ഞങ്ങൾ കഴിക്കൽ മാത്രമേ കോൺസെൻട്രേഷൻ ഉള്ളൂ. അങ്ങനെ ഫുഡെല്ലാം ഞങ്ങൾ വേഗം കഴിച്ച് ആദ്യം തന്നെ ഒരു സെറ്റ് പുറത്തിറങ്ങി. ഇവരാദ്യം പുറത്തിറങ്ങി. ഞങ്ങളെ കഴിക്കൽ എന്നിട്ടും കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങളവിടെ നിന്ന് കുറേ നേരം ഇരുന്ന് അതൊക്കെ കഴിഞ്ഞിട്ടാണ് എണീറ്റ് വരുന്നത്. പുറത്തേക്ക് വരുന്ന വഴിക്കാണെങ്കിൽ അവിടെ നിന്ന് ജീരക മുട്ടായി പെറുക്കാൻ കിട്ടും. അതാണ് മൂപ്പര് കുറേ മുട്ടായി മാത്രം തന്ന്. അങ്ങനെ നീലൂട്ടിന് കൊടുത്ത വകയിൽ ഞാനും പോയി കുറച്ച് വാങ്ങിച്ച് പിന്നെ അതും കഴിച്ചവിടെ നിൽക്കലായിരുന്നു പരിപാടി. അപ്പോഴാണ് പുറത്ത് നിന്ന് ഫോട്ടോഷൂട്ടായിരുന്നു. പിന്നെ മൊത്തം ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് നീലൂട്ടിന് അവിടെ നിന്ന് ചെടി നുള്ളി കളിക്കുന്നത്. കണ്ടപ്പോൾ നമ്മുടെ വയനാട്ടിലൊക്കെ തേയിലൊക്കെ നുള്ളൂലേ, അതൊക്കെ ഓർമ്മ വന്ന്. തേയില നുള്ളി കളിക്കുന്ന ഇതുപോലെ ഉണ്ടായിരുന്നു നീലൂട്ടൻ്റെ അവിടെ നിന്നുള്ള നുള്ളൽ. അങ്ങനെ ഉള്ള നുള്ളലും പെറുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കുറച്ചുകൂടെ നേരം പുറത്തു നിന്ന് കഥ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് നേരെ വിട്ടു വീട്ടിലേക്ക്. വണ്ടി കയറിയതാണെങ്കിലോ നീലൂട്ടനും പിന്നെയും കച്ചറയായിരുന്നു. പാട്ട് വെക്കണം, കാർട്ടൂൺ കാണണം. പിന്നെ രണ്ടാളും കൂടെ ഒരു പാട്ട് വെക്കാം പിന്നെ ഒരു കാർട്ടൂൺ കാണാം എന്നുള്ളതിൽ അഡ്ജസ്റ്റ്മെൻറ്റിലങ്ങ് ഞങ്ങൾ പോന്നു. അവരാദ്യം വണ്ടിയെടുത്ത് മുന്നേ വിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ആടിപ്പാടി പയ്യ പോയിട്ടുണ്ടായിരുന്നു. ഇനി വീട്ടിലെത്തിയിട്ട് വേണം ഒന്ന് നല്ലപോലെ കിടന്നുറങ്ങാൻ. ഇന്നലത്തെ ഉറക്കം എന്ന് പറഞ്ഞത് റെഡി ആയിട്ടേ ഇല്ല. നാളെ കുഞ്ചൂരെ പറ വിട്ടോ, കുഞ്ചൂരെ കമ്പനിയാ വേണം. നാളെ ഓള് അച്ചാച്ചനോട് നാളെ നമ്മളെ പറഞ്ഞാലേ നാളെ കുഞ്ഞിനെ അച്ചാച്ചനോട് കളിക്കുക അല്ലേ. അച്ഛൻ ഞങ്ങളുടെ കൂടെ പോന്നിട്ടില്ലായിരുന്നു. അച്ഛന് സംഘം ഉള്ളതുകൊണ്ട് അച്ഛൻ ബിരിയാണിയൊക്കെ തട്ടി വന്നിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും വീട്ടിലെത്തിയുള്ള അവസ്ഥ ഇതാണ്. പിന്നെ കഥയും പറഞ്ഞതാ കുറേ സമയം ഇവിടെ ചെലവായി. നീലൂട്ടൻ എന്തായാലും നല്ല സന്തോഷത്തിലാണ്. ആ ബലൂണ് മൊത്തം അവൾക്ക് അവിടെ കളിക്കാൻ കിട്ടിയിട്ടുണ്ട്. അതിന്റെ സന്തോഷമാണ് അവളുടെ മുഖത്ത് കാണുന്നത്. പിന്നെ നാളെ അവൾക്ക് പോകാനും ഇല്ല. ഇതിന്റെ എല്ലാം കൂടെയുള്ള സ്നേഹപ്രകടനവും കളിയും ചിരിയുമാണ് ഇതാ അവളുടെ അടുത്ത് കാണുന്നത്. അങ്ങനെ അവരെല്ലാവരും പോയി. ഞാൻ നേരെ റൂമിലേക്കും വിട്ടു. നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വക സിലിന്. സ്റ്റാൻഡാ ഇതെൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് വാങ്ങിച്ചു തന്ന 2 സാധനം കേട്ടോ. അവളെ സത്യം പറഞ്ഞാൽ ഒരുപാട് മിസ് ചെയ്യലുണ്ട് എൻ്റെ ഓരോ ബർത്ത്ഡേക്ക് നിന്ന്. അത്രയ്ക്കും ബോണ്ടാണ് ഞങ്ങൾ. ജോലിക്കിടയിൽ കിട്ടിയൊരു സൗഹൃദമാണെങ്കിൽ കൂടെ അവളെ പുറത്തേക്ക് പോകാൻ എല്ലാത്തിനും നിർബന്ധിച്ച് പറഞ്ഞു വെച്ച് ലാസ്റ്റ് ഞാനും ഒറ്റപ്പെടുകയും ചെയ്തു. പക്ഷേ എന്തോ അവൾ കൂടെ ഇല്ലെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ വിളിക്കുന്നുള്ളെങ്കിലും എന്തോ ആ ആളെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളാണ്. പിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ ബർത്ത്ഡേക്ക്. സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ ഇവളെപ്പോലെ ഒരാളെ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഒരിക്കലും ജഡ്ജ് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ഒരേ ഒരു വ്യക്തി എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരാളാണ് എനിക്ക് അവള്. ഞാൻ വാങ്ങാൻ വിചാരിച്ച 2 സാധനമായിരുന്നു. ലൈറ്റ് സ്റ്റാൻഡാ ഓക്കെ അല്ലേ? ഇതെങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ട് വാങ്ങിയാണോ അതോ നിങ്ങളുടെ ഇഷ്ടത്തിന് വാങ്ങിയതോ? പറഞ്ഞിട്ട് വാങ്ങിയാ
സെറ്റല്ലേ? ഒന്നും പറഞ്ഞില്ല ദുഷ്ടത്തി. ഈ ബാക്കി ഇങ്ങോട്ടോട് പറഞ്ഞാൽ മതി. എന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു. അനിയത്തി തന്ന ഗിഫ്റ്റാ. എന്താ നമുക്ക് പൊട്ടിച്ചോക്കാം. പൊട്ടിക്കട്ടെ? മറ്റേ ഉള്ളിലുള്ള പൊട്ടിക്കാണ് നല്ല പാടായിരിക്കും. പണിയാണ്. ഇതെൻ്റെ ആകെയുള്ളൊരു അനിയത്തിക്കുട്ടീൻ്റെ വകയുള്ള ഗിഫ്റ്റാണ് കേട്ടോ. ഇത് ശരിക്കും ഞാൻ ബർത്ത്ഡേ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഇവിടേക്ക് വരുന്നത്. അതിൻ്റെ എന്താ പറയുക, ഇതൊക്കെ മുഖത്ത് കാണാനുണ്ടായിരുന്നു ബർത്ത്ഡേക്ക് ഇവിടെ ഇല്ലാത്ത. കളറില്ലല്ലോ. ഞാനില്ലാത്ത കളറേ വാങ്ങുള്ളൂ, ഉള്ള കളർ ഞാൻ വാങ്ങൂല. അടിപൊളി സാധനം. താങ്ക് യു. നല്ല രസമുണ്ടടി, എനിക്ക് ഇഷ്ടപ്പെട്ടു കളർ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.